വടകര MDMA കേസിൽ 3 അധ്യാപികമാർ പിടിയിലായെങ്കിലും വിദ്യാർത്ഥികൾ ഇവരുടെ വലയിൽ വീണിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് എത്തിയിട്ടുള്ളത്. ഇടപാടിന് പിന്നിലുള്ള വൻ ശൃംഖലയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. മേഘ മാധവൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, എന്തായാലും വടകര MDMA കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എത്തുകയാണ്. പണമെല്ലാം പോയത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എന്നാണ് നിലവിലുള്ള സംശയം. വയനാട് സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം മറ്റ് ആളുകളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഇതുവരെ 5 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷെ ഇവർ മാത്രമല്ല, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ പണം പല തവണയായി പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 1 കോടിയിലധികം രൂപ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ജിജിൽ കുര്യാക്കോസ് എന്ന ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വയനാട് സ്വദേശിയുടേതാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ വയനാട് സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അതായത് ഈ പിടിയിലായ അധ്യാപകന്മാർ പണം അയച്ചിരിക്കുന്നത് ജിജിൽ കുര്യാക്കോസിനാണ്. ജിജിൽ കുര്യാക്കോസ് ഇരിട്ടി സ്വദേശിയാണ്. അതിനു പിന്നാലെ ജിജിൽ കുര്യാക്കോസ് ഈ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് വയനാട് സ്വദേശിക്കാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ വയനാട് സ്വദേശിയെ കണ്ടെത്താനുള്ള അന്വേഷണം നിലവിൽ നടക്കുകയാണ്. ഇയാൾ കേരളം വിട്ടതായാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ അതായത് മാംഗ്ലൂരും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പല അക്കൗണ്ടുകളിലേക്ക് അതായത് QR കോഡിലേക്കാണ് പണം അയച്ചു നൽകാൻ ഈ ഡെലിവറി ബോയ് എന്ന ജിജിൽ കുര്യാക്കോസിന് നിർദ്ദേശം നൽകിയത്. ആ അക്കൗണ്ട് വഴി പണം എങ്ങോട്ടാണ് പോയത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 1 കോടിയിലധികം രൂപയാണ് ജിജിൽ ആ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് എന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുകയാണ്. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് അത് നൽകുന്നത്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.